കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. എബനേസർ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ യൂട്യൂബ് ചാനൽ ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നെൻ്റെ ചിന്താവിഷയം കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വിഷയമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ചുരുങ്ങിയ കാലയളവിൽ തൻ്റെ ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ടെങ്കിലും ആ ശുശ്രൂഷയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ചിന്തിക്കുവാനും അതിനനുസൃതമായി മുന്നോട്ട് പോകുവാനും നമുക്ക് ഇപ്പോൾ സമയമില്ല. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഈ വിഷയമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ യെരുശലേം അഥവാ പട്ടണപ്രവേശനത്തിലേക്ക് കടക്കേണ്ടതിനായി കർത്താവ് ഒരു കഴുതക്കുട്ടിയെ ആവശ്യപ്പെടുകയാണ്. തൻ്റെ മുമ്പിൽ കഴുതക്കുട്ടിയെ കണ്ടിട്ടില്ല. ആ കൂട്ടത്തിൽ ആരും കഴുതക്കുട്ടിയെ കണ്ടിട്ടില്ല. എന്നാൽ കർത്താവ് തൻ്റെ ദൈവത്വത്തിൽ ദൂരവേ നിൽക്കുന്ന കഴുതക്കുട്ടിയെ, അതിൻ്റെ യജമാനനെ കാണുവാനും ഗ്രഹിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്, കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ഒരു ഉറപ്പും കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ആ സമയത്ത് അവിടെ ശിഷ്യന്മാരും ആരും കാണാത്ത കാഴ്ചയാണ് കർത്താവ് തൻ്റെ ദൈവത്വത്തിൽ ദൂരവേ നിൽക്കുന്ന കഴുതക്കുട്ടിയെയും യജമാനനെയും കാണുന്നത്. ഇതിൽ നിന്നും ഒരു ദൂത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദൃഷ്ടിയെ മറഞ്ഞു നിൽപ്പാൻ ഒന്നിനും കഴിയത്തില്ല. കർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കുവാനും കഴിയുകയില്ല. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വിളങ്ങിയപ്പോൾ മനുഷ്യദൃഷ്ടിയിൽ അവൻ തച്ചൻ്റെ മകൻ എന്ന തലത്തിലാണ് ആ 33.5 വർഷക്കാലം ജീവിച്ചുവെങ്കിലും തൻ്റെ ദൈവത്വം കണ്ടെത്തുവാൻ, ഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലും തൻ്റെ അവകാശവാദം അവിടെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും.
കർത്താവിന് ആവശ്യമുള്ളത് ഏത് തലത്തിൽ ആണെങ്കിലും, ഏത് തലത്തിലുള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ജീവികളോ ഉണ്ടെങ്കിലും അത് കർത്താവിന് അതതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ, വലിയവ പ്രവർത്തിക്കുവാൻ ആവശ്യമായി വരുന്നു. നാം വില കൽപ്പിക്കാത്ത, ഒട്ടും വില കൊടുക്കാത്ത ഒന്നിനെ കൊണ്ടായിരിക്കും കർത്താവ് തൻ്റെ വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാൻ ഇടയാക്കുന്നത്. മനുഷ്യദൃഷ്ടിയിൽ പലപ്പോഴും ചിന്തിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കർത്താവിന് എന്താണ് പ്രയോജനം? ഉദാഹരണം പലതുമുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയുകയാണ്. യേശു കർത്താവ് മറ്റുള്ളവരെ തന്നോട് വാദിക്കുവാൻ വന്നിരിക്കുന്ന വ്യക്തികളോട് ഉദാഹരണം പറയുവാൻ ആവശ്യമായി വന്നത് ഒരു നാണയത്തുട്ടാണ്. ആ നാണയത്തുട്ട്, ആ വസ്തുവിനെ കൊണ്ട് കർത്താവ് തൻ്റെ പ്രവൃത്തി, തൻ്റെ വിഷയം അതിലൂടെ പ്രഖ്യാപിക്കുകയാണ്. നാണയത്തുട്ട് ആവശ്യപ്പെടുമ്പോഴും അതിനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇതിൻ്റെ ആരുടെ സ്വരൂപമാണ് എന്ന് ചോദിച്ച് ആ സ്വരൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ആ വ്യക്തിക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും എന്ന് പറയുവാൻ കർത്താവ് ഉപയോഗിച്ച, ആവശ്യമായി വന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് നാണയത്തുട്ടാണ്. അപ്പോൾ കർത്താവിന് ആവശ്യമായി വരുന്നത് മറ്റുള്ളവർ വിചാരിക്കാത്ത ഒന്നിനെ കൊണ്ടായിരിക്കും. ആ ഒരു സംഭവം കൊണ്ട് വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യിക്കുവാനിടയായിത്തീരും. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയും, ഒരു ജനതയെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് യോന എന്ന് പറയുന്ന പ്രവാചകനിലൂടെ കർത്താവ് ആവശ്യപ്പെട്ടുവെങ്കിലും നിനവെക്കാരുടെ നാശം കാണുവാൻ യോന ആഗ്രഹിച്ചതുകൊണ്ടും അവരുടെ മാനസാന്തരത്തിനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തന്നിഷ്ടം കാണിച്ച് മറ്റൊരു ദിശയിലേക്ക് യാത്ര തിരിക്കുന്ന യോനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ആവശ്യം ഒരു നിനവെ പട്ടണം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുവാൻ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും ആ ആവശ്യം നിവർത്തിക്കുവാൻ മനുഷ്യന് മനസ്സില്ലാതെ വരുമ്പോൾ കർത്താവിൻ്റെ ആവശ്യം നിവർത്തിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന മറ്റൊരു ജീവിയാണ് തിമിംഗലം എന്ന് പറയുന്നത്. അതിനെ കൊണ്ട് കർത്താവിന് ആവശ്യം വന്നു. തൻ്റെ ആവശ്യത്തിനായി കാത്തിരിക്കുന്ന തിമിംഗലം, കപ്പലിൻ്റെ അടിത്തട്ടിൽ യോനയെ കാത്തിരിക്കുന്ന തിമിംഗലം, കർത്താവിൻ്റെ ആജ്ഞ അനുസരിപ്പാൻ തയ്യാറായിരിക്കുന്ന തിമിംഗലം,
ആ തിമിംഗലത്തിന്റെ വായ്ക്കുള്ളിലേക്ക് യോനയെ കിട്ടിയപ്പോൾ ആർത്തിയോടെ ഭക്ഷിക്കേണ്ടതായ തിമിംഗലം യജമാനന്റെ ആജ്ഞ അനുസരിപ്പാൻ തക്കവണ്ണം തയ്യാറായി. യജമാനൻ പറയുന്ന, ദൈവം പറയുന്ന ആജ്ഞ അനുസരിക്കുവാൻ അതിവേഗത്തിൽ വെള്ളത്തിലൂടെ നിനവെ പട്ടണം അഭിമുഖമായി യാത്ര ചെയ്യുന്ന തിമിംഗലം ആ സ്ഥാനത്തേക്ക് എത്തി. കരയിലേക്ക് തിമിംഗലം യോനയെ ഛർദ്ദിച്ചിടുമ്പോഴും മാനസാന്തരത്തിന്റെ വചനത്തെ പ്രഖ്യാപിക്കുവാൻ യോനയോട് ദൈവം കൽപ്പിക്കുമ്പോഴും മനസ്സില്ലാതെ യോന അവിടെ പ്രസംഗിച്ചു മടങ്ങിപ്പോകുകയാണ്. എന്നാൽ രണ്ടാമത്തെ ആവശ്യമായി ദൈവത്തിന് വരുന്ന മറ്റൊരു ജീവിയാണ് പുഴു എന്ന് പറയുന്നത്. യോനയുടെ പിറുവിറുപ്പ് ആ ജനത രക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ ആ ഒരു മനസ്സിൻ്റെ വല്ലായ്മ, അത്രയും വെറുക്കപ്പെടുന്നതായിട്ടുള്ള ഒരു പട്ടണമാണ് യോന, വിറക്കപ്പെടുന്നതായിട്ടുള്ള ഒരു പട്ടണമാണ് നിനവെ. അവരുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന യോന. എന്നാൽ അവർ ദൈവത്വത്താൽ രക്ഷ പ്രാപിച്ചപ്പോൾ ആ യോനയെ ദൈവത്തിൻ്റെ ഉദ്ദേശ നിവർത്തീകരണത്തിനായി ഉപയോഗിച്ചപ്പോൾ ആ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആവശ്യം മാനസാന്തരമായിരുന്നുവെങ്കിൽ യോനയ്ക്ക് അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയാതെ പോയ ആ സന്ദർഭത്തെ യോനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തെ ക്ഷണത്തിൽ തനിക്ക് തണലായി വളരുമ്പോൾ അത് ആശ്വാസം കണ്ടെത്തുവാൻ യോനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ആ വൃക്ഷത്തെ ക്ഷണത്തിൽ ഒരു പുഴുവിനെ കൊണ്ട് അത് കുത്തി ഇല്ലായ്മപ്പെടുത്തി തൻ്റെ ഉദ്ദേശത്തെ യോനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ആവശ്യമായി വന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച വിഷയമെന്ന് പറയുന്നത്, കർത്താവിന് ആവശ്യമായി വരുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ചിന്തയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വസ്തുക്കളെ കൊണ്ടാവാം, ജീവികളെ കൊണ്ടാവാം, വൃക്ഷങ്ങളെ കൊണ്ടാവാം. കർത്താവിന് ആവശ്യമായി വരുന്നത് എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ ഒന്നറിയാം, കർത്താവിന് ആവശ്യമായി വരുന്നതിനെ കൊണ്ട് കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യും. അത് വലിയവ ചെയ്യിക്കുവാൻ കർത്താവിന് സാധ്യമാണ്. ഇന്ന് നാം മനസ്സിലാക്കുക, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ആവശ്യമില്ല എന്നും മറ്റുള്ളവരാൽ തള്ളപ്പെട്ട് ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ നമ്മെ മാറ്റി നിർത്തുമ്പോൾ ഓർത്തുകൊള്ളുക, നാം ഈ സ്ഥാനത്തും നാം ദൈവികമായിട്ടുള്ള പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീരുന്നത് നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു മാന്യത കൊണ്ടോ ഒന്നുമല്ല, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. ആ ഒരൊറ്റ സംഗതി കൊണ്ടാണ് നാം ഇന്നും കർത്താവിന് മുമ്പിൽ ആയിരിക്കുന്നത്. മറ്റുള്ളവരാൽ തള്ളപ്പെടുന്ന ജീവിതമായിരിക്കാം, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടേണ്ടതായ ജീവിതമായിരിക്കാം,
പക്ഷേ നമ്മുടെ ആ സന്ദർഭത്തെ അല്പനിമിഷം കൊണ്ട്, ജീവിത സാഹചര്യങ്ങളെ അല്പനിമിഷങ്ങളും മാറ്റിയെടുത്ത് മാന്യതയുടെ വസ്ത്രം ധരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഉടയവൻ നമ്മെ ആവശ്യമായി വന്നതാണ് നമ്മുടെ ഭാഗ്യമായി തീർന്നത്. കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമായി വന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യം പ്രവാചകത്വം തെളിയിക്കേണ്ടതിനായിട്ടും ഒരു പ്രവാചകന്റെ യാത്ര വാഹനമായി കഴുതക്കുട്ടിയെ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഇസ്രായേൽ പ്രവാചകന്മാർക്ക് ഉള്ളതുകൊണ്ടും പ്രവചന നിവർത്തീകരണത്തിൻ്റെ ഭാഗമായി ആ കഴുതക്കുട്ടിയിൽ കർത്താവ് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ മീതെ വസ്ത്രം വിരിച്ച് അതിനെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽ സമയത്ത്, ഇന്ന് ഈ നിമിഷത്തിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നാം ഓർത്തുകൊള്ളുക, ക്രിസ്തുവിൻ്റെ വസ്ത്രം നമ്മളിൽ വീണതാണ് നമ്മൾക്ക് മാന്യത ലഭിപ്പാൻ ഇടയായി തീർന്നത്. ക്രിസ്തുവില്ലാത്ത ആ കഴുതയ്ക്ക് ഒരിക്കലും യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശനം അനുവദനീയമല്ല. കാരണം അതിൻ്റെ ഉടയവൻ അതിനോടൊപ്പം ഇല്ലെങ്കിൽ അത് തനിച്ചാണ് അത് ദേവാലയത്തിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അതിനെ ജനം ആട്ടി ഓടിക്കുവാനും അവിടെ നിന്ന് നീക്കുവാനും ഇടയായിത്തീരും. എന്നാൽ ആ ജീവിയെ അല്ലെങ്കിൽ ആ കഴുതയെ മറ്റുള്ളവർ മാനിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ക്രിസ്തു ആ കഴുതക്കുട്ടിയുടെ മേല് വസ്ത്രം വിരിച്ച് അതിൽ യാത്ര ചെയ്തതാണ് അതിന് മാന്യത കിട്ടുവാൻ ഇടയായിത്തീർന്നത്. അതിക്ക് മുമ്പ് ആ കഴുതക്കുട്ടിയെ റോഡ് വീതിയിലൂടെ കടന്നു പോകുമ്പോൾ, വഴിവീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാന്യതയും ഒരു വിലയും കൽപ്പിക്കാതിരിക്കുന്ന ജനം ആ കഴുതക്കുട്ടിയുടെ യജമാനന്റെ കൈക്കീഴിൽ ജീവിക്കുമ്പോൾ ഒരു മാന്യതയും ലഭിക്കുന്നില്ല. ഈ ലോക ജീവിതത്തിൽ നാം ഓർത്തുകൊള്ളുക, പിശാച് എന്ന ആ യജമാനനാണ് അടിമപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിൽ നമുക്ക് മാന്യത ലഭിപ്പാൻ ഇടയാകത്തില്ല. ഒരു വിലയും ലോകം നമുക്ക് നൽകി തരത്തില്ല. എന്നാൽ ക്രിസ്തു നമ്മുടെ മേൽ ആ വസ്ത്രം, ക്രിസ്തുവിൻ്റെ വസ്ത്രം നമ്മുടെ മേൽ എപ്പോൾ ഇട്ടുവോ അന്ന് മുതലാണ് നമ്മൾക്കൊരു മാന്യത ലഭിപ്പാൻ ഇടയായിത്തീരുന്നത്. ആ കഴുതക്കുട്ടിയുടെ ഭാഗം നോക്കിയേ. അതിനു മുമ്പ് യാത്ര ചെയ്യുമ്പോൾ അതിനെ വസ്ത്രം വിരിച്ചിട്ട് കൊടുക്കുവാനോ കുരുത്തോലകൾ വെട്ടി, കൊമ്പുകൾ വെട്ടി വഴിവീഥികളിൽ ഇട്ടുകൊടുക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ മാന്യതയ്ക്ക്, അതിൻ്റെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചത് ക്രിസ്തു ആ കഴുതക്കുട്ടിയിൽ കടന്നു വന്നപ്പോഴാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറി. മാന്യതയുടെ യാത്ര, ജീവിത ശൈലി മാറുവാൻ ഇടയായിത്തീർന്നു. വഴിവീഥികളിൽ, തെരുവോരങ്ങളിൽ ആരവാരവും കുരുത്തോലകൾ വിരിച്ചും വസ്ത്രങ്ങൾ വിരിച്ചും അതിനെ ആനയിപ്പാൻ ഇടയായിത്തീർന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിന് കാരണം കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമായി വന്നതാണ്. ഇന്ന് പകൽ സമയത്ത് ഓർത്തുകൊള്ളുക, ഇന്ന് ഈ നിമിഷങ്ങളിൽ ഓർത്തുകൊള്ളുക,
കർത്താവിന് ഒന്നിനെ കൊണ്ട് ആവശ്യമായി വന്നാൽ അതിന് മാന്യതയുണ്ട്. ആ മാന്യതയുടെ ജീവിതമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഞാൻ എൻ്റെ വിഷയം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഏത് വസ്തുക്കളെ കൊണ്ടും ആവശ്യമുണ്ട് എങ്കിൽ കർത്താവിന് അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഭംഗിയായിട്ട് അറിയാം. ഒന്ന് നാം ചെയ്യുക, കർത്താവിന് ആവശ്യമായി നമ്മളെക്കൊണ്ട് ആവശ്യമായി വന്നുവെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കുക. ക്രിസ്തുവിൻ്റെ വസ്ത്രം നമ്മളെ മേൽ ഇട്ടുവെങ്കിൽ അത് വൃഥാവായിട്ടല്ല, ക്രിസ്തുവിന് അതിനെക്കൊണ്ട് ആവശ്യമായി വന്നതുകൊണ്ടാണ്. ആ മാന്യതയുടെ മുഖത്ത് നമുക്ക് ജീവിക്കുവാൻ എല്ലാവരെയും ക്രിസ്തു യേശുവിൽ ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഇത്ര വലിയ തിരഞ്ഞെടുപ്പ് കർത്താവ് നമുക്ക് തന്നുവെങ്കിൽ ആ മാന്യതയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.